ഓക്കെ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് 2, 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ. ഈ ചാനൽ എന്ന് പറയുന്നത് ന്യൂലി ബോൺ ആയിട്ടുള്ള ഒരു ചാനലാണ്. ഫോമിംഗ് സ്റ്റേജിലുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് എത്ര പേരിലേക്ക് എത്തും എന്നുള്ള കാര്യം എനിക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. പക്ഷേ ഇതൊരു വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് എനിക്ക് താല്പര്യം. കാര്യമൊന്നും ഉണ്ടെന്നല്ല. ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. അല്ലാതെ ഇപ്പം എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ ഇത്ര രൂപ കിട്ടും, ഈ പ്ലാറ്റ്ഫോമിൽ ഇത്ര കിട്ടും, അങ്ങനെ ഒരു സംഭവമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്താണോ ചെയ്തത്, അത് എങ്ങനെയാണോ ഞാൻ ചെയ്തത്, അത് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വൈഡ് റേഞ്ച് ഓഫ് ആൾക്കാരിലേക്ക് എത്തിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണ്, ഞാൻ എത്ര രൂപ അതിൽ നിന്ന് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറയും. സെക്കൻഡ് വീഡിയോയിൽ അത് എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ ചെയ്തത്, അതായത് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നായിരിക്കും ഞാൻ സെക്കൻഡ് വീഡിയോയിൽ പറയാം. സോ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതുപോലെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഞാൻ ഹെൽത്തി ആയിട്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. സോ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലി, ഓൺലൈൻ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഓൺലൈൻ ജോബ്സിനെ പറ്റി പറഞ്ഞു തരാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുറച്ച് കാര്യങ്ങൾ. സോ നിങ്ങൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ജോലി ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്കിത് ഭാവിയിൽ വളരെയധികം ഒരുപാട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇൻ്റർനെറ്റ് സുപരിചിതമാവുന്ന സമയം തൊട്ടേ ഓൺലൈനിൽ കേൾക്കുന്ന ഒരു വലിയൊരു ഒരു സംഭവമാണ് ഓൺലൈൻ ജോബ്സ് എന്ന് പറയുന്നത്. ഓൺലൈൻ ഡാറ്റ എൻട്രി, ഓൺലൈൻ ക്യാപ്ചർ ടൈപ്പിംഗ്, ഓൺലൈൻ സെയിൽസ്, ലീഡ് ജനറേഷൻസ്, ഓൺലൈൻ കോഴ്സ് സെല്ലിംഗ്, അങ്ങനെ ഒരുപാട്. ഇപ്പോൾ യൂട്യൂബ് എടുത്തിട്ട് ഓൺലൈൻ ജോബ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മില്യൺസ് ഓഫ് വീഡിയോസ് വരും. അതുപോലെ തന്നെ ഗൂഗിളിൽ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മില്യൺസ് ഓഫ് റിസൾട്ട് വരും. പക്ഷേ സാഡസ്റ്റ് റിയാലിറ്റി ഇൻ ദിസ് ഈസ്, ഈ കാണുന്ന വീഡിയോസ് ആയാലും ഈ വരുന്ന സെർച്ച് റിസൾട്ട്സ് ആയാലും 90% ഫേക്കോ അല്ലെങ്കിൽ സ്കാമോ ആണ് എന്നുള്ളതാണ്. അതായത് ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കിട്ടുന്നതോ യൂട്യൂബിൽ വീഡിയോ കാണുന്നതോ ആയിട്ടുള്ള ഏകദേശം 90% ഓൺലൈനായിട്ട് കിട്ടുന്ന ജോലികൾ. അതിലിപ്പോൾ ഒരുപാടെണ്ണം ഉണ്ട്. ഒന്ന് ഡാറ്റ എൻട്രി ഉണ്ട്, ക്യാപ്ചർ ടൈപ്പിംഗ് ഉണ്ട്, ഓൺലൈൻ സർവേ പോർട്ടൽ വഴിയുള്ള സ്കാംസ് ഉണ്ട്, പിന്നെ സെയിൽസ് ലീഡ് ജനറേഷൻസ്, കോഴ്സ് സെല്ലിങ് സ്കാമുകളുണ്ട്. ഈ റമ്മി പ്ലാറ്റ്ഫോംസിനകത്ത് ഏജൻസിനെ ചേർക്കുന്ന പരിപാടിക്ക് കമ്മീഷൻ കിട്ടുന്ന പരിപാടികളുണ്ട്. അങ്ങനെ ഒരുപാട് മീൻസ് ഓൺലൈൻ ജോലികളുണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസും സെർച്ച് റിസൾട്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കിടക്കീഴിൽ വരുന്ന ഡിഫറെൻറ്റ് സ്കാമുകളാണ് സത്യം പറഞ്ഞത്. ഇതൊന്നും ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ മണി, നിങ്ങളുടെ സമയം വേസ്റ്റ് ആവുന്നല്ല. ഇതിൽ നിന്നൊന്നും ഒരു നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു തരത്തിലുള്ള മണിയും ഉണ്ടാക്കാൻ പറ്റില്ല. കോമൺലി അറിയപ്പെടുന്ന ഒരു സ്കാമാണ് ഡാറ്റ എൻട്രി സ്കാം. ഇഷ്ടം പോലെ തവണ പറ്റിക്കപ്പെട്ടാൽ ആൾക്കാർ വീണ്ടും 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 ഈ ഡാറ്റ എൻട്രി സ്കാമിൽ ചെന്ന് ചാടാറുണ്ട്. ഡാറ്റ എൻട്രിയിൽ വരുന്ന ഒരു സ്കാമാണ് ആദ്യം 1000 രൂപ അടച്ചിട്ട് കുറേ ഇമേജ് എടുത്തിട്ട് ഇമേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡാറ്റ ആക്കി കൊടുക്കുന്ന പരിപാടി. ആദ്യം 60% ആക്യുറസിയിൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ട് അവസാനം ജോലി ചെയ്ത് കൊടുക്കുന്നിരുന്ന് 90% ആക്യുറസി ഇല്ലാത്തതുകൊണ്ട് റിജക്റ്റ് ചെയ്തതെല്ലാം രാവിലും പകലും വരുന്നൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തതെല്ലാം വെറുതെ പോകുന്ന കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ അധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളത് കാര്യം ചിന്തിക്കാം. ഇന്ന് എഐയുടെ കാലമാണ്. ഒരു ഇമേജ് എടുത്ത് അതിൽ നിർത്തുന്ന ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു എഐയിൽ കൊടുത്തിട്ട് എക്സ്ട്രാക്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്ത് ഞാൻ എഐ തന്നെ ചെയ്ത് കൊടുക്കും. പിന്നെ എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് ടൈപ്പ് ചെയ്യണം? മനസ്സിലായില്ലേ? ഇത് ജസ്റ്റ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ളൊരു വകുപ്പാണ്. അതിൽ നിന്ന് പോയി ചാടാതിരിക്കുക. ഒന്നാമത്തെ കാര്യം എനിക്ക് അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരെന്ത് തേങ്ങയായി പറയുന്നത്, തംബ്നെയിലിൽ അല്ലെങ്കിൽ ടൈറ്റിലിൽ
ഏതോ പ്ലാറ്റ്ഫോം വഴി അല്ലെങ്കിൽ എന്തോ ചെയ്ത് 80,000 ഓൺലൈൻ വഴി സമ്പാദിച്ചെന്ന് പറയുന്നത്, എന്നിട്ട് ഇപ്പോൾ പറയുന്ന ഓൺലൈനിലുള്ള എല്ലാ ജോലികളും ഫേക്കാണെന്ന് അല്ലെങ്കിൽ സ്കാമാണെന്ന് പറയുന്നു. അപ്പോൾ അതിന് ചിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് എല്ലാ ജോലികളും സ്കാമാണെന്ന് പറയുമ്പോൾ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഗൂഗിളിൽ പോയി മെയിൻ ജോബ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയില്ലേ, മില്യൺസ് ഓഫ് റിസൾട്ട് വരും. ഈ മില്യൺസ് ഓഫ് റിസൾട്ടിൽ ആകെ ഒരു 10% മാത്രമേ ശരിക്കും ഓൺലൈൻ ജോബ്സുമായിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ ജോബ് തരുന്ന വെബ്സൈറ്റുകളോ പോർട്ടലുകളോ ഉള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ ഓൺലൈൻ ജോബ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ചുമ്മാ ഒരു ഡാറ്റ എൻട്രി സ്കില്ലോ അല്ലെങ്കിൽ ക്യാപ്ചർ ടൈപ്പിങ്, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, നിങ്ങൾ ഫോം ഫിൽ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്ന പരിപാടിയല്ല ഓൺലൈൻ ജോബ്സ്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ട്, ആ സ്കില്ലിൽ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റും. ആ സ്കില്ലിൽ നിങ്ങളൊരു 80% നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ ജോബ് സെർച്ചിങ് എന്ന് പറയുന്നത്. ഈ ഓൺലൈൻ ജോബ് സെർച്ച് ഒരിക്കലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ ഫ്രീ ടൈമിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അഫ്കോഴ്സ് അത് പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് വേണ്ടി ഒരു സമയം നിങ്ങൾക്ക് മാറ്റി വെച്ചേ പറ്റൂ. നിങ്ങൾ ഈ ഓൺലൈൻ ജോബ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഫ്രീ ഏജൻ്റായിട്ട് ഒരു സ്ഥാപനത്തിനോ ഒരു വ്യക്തിക്കോ വേണ്ടി വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉദ്ദേശിക്കാവൂ. അല്ലാതെ ഒരു 1000 ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 50,000 രൂപ കിട്ടുമെന്നൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ഇങ്ങനല്ല ഇത് വർക്കാവും. നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് സ്കില്ലുണ്ട്. ചിലപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ആവാം, കോണ്ടന്റ് റൈറ്റിംഗ് ആവാം, കോണ്ടന്റ് ക്രിയേഷൻസ് ആവാം, ആർട്ട് മേക്കിംഗ് ആവാം, ഡബിങ് ആവാം, ചിലപ്പോൾ അക്കൗണ്ടിങ് ആവാം, എന്തോ ആയിക്കോട്ടെ. നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് സ്കില്ലുണ്ട്. ആ സ്കില്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോലി കണ്ടെത്തി ആ ജോലി ചെയ്ത് കൊടുത്ത് ആ ജോലിക്കുള്ള റെമ്യൂണറേഷൻ മേടിക്കാം. ഇറ്റ്സ് ലൈക്ക് എ റിമോട്ട് ജോബ്. ഓക്കെ, നിങ്ങൾ പുറത്ത് പോയി ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യുന്നതിന് പകരം വീട്ടിനുള്ളിലിരുന്ന് നിങ്ങളുടെ സ്കില്ല് ഉപയോഗിച്ച് ജോലി ചെയ്ത് വേറൊരാൾക്ക് വേണ്ടിയുള്ള ജോലി ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ ഓൺലൈൻ ജോബ്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഓൺലൈൻ ഡാറ്റ എൻട്രിയുടെയും ഈ ക്യാപ്ചർ ടൈപ്പിങ്ങിൻ്റെയൊക്കെ പിറകെ പോകുന്നത് നിർത്തും. ഓക്കെ, അപ്പോൾ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ, ഇതാണ് സംഭവം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഈ ഒരു സെറ്റും പാത്തിൽ നിങ്ങളുടെ സ്കിൽ സെറ്റിന് പറ്റുന്ന ജോലി തപ്പാൻ തുടങ്ങും. ഇതിലൊറ്റ കണ്ടീഷനുള്ളൂ. അത് നമുക്ക് എവിടെ നിന്ന് ചെയ്യണം? നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റണം. വലിയ പ്രഷേഴ്സ് ഒന്നും പാടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്കറിയാം, ഈ ഓൺലൈൻ ജോബ്സ് നോക്കുന്ന എല്ലാവരും എന്തെങ്കിലും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കും ഓൺലൈൻ ജോബ്സ് നോക്കുന്നത്. ചിലപ്പോൾ വീട്ടിലെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, വീട്ടിലെ പ്രഷേഴ്സ് ഉണ്ടാകുമ്പോൾ ഹൗസ് വൈഫുകളായിരിക്കാം, ചിലപ്പോൾ പഠിക്കുന്ന പിള്ളേർ ജസ്റ്റ് അവരുടെ പോക്കറ്റ് മണിക്ക് വേണ്ടിയായിരിക്കും ഒക്കെ ആയിരിക്കും ഈ സെർച്ച് ചെയ്യുന്നത്, ഈ ജോലിക്ക് വേണ്ടി സെർച്ച് ചെയ്യും. സോ ഒരു സർട്ടൺ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതും അല്ലെങ്കിൽ ഒരു സെറ്റ് ഏരിയയിലേക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നതും ആൾക്കാർക്ക് വേണ്ടിയായിരിക്കും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ജോലി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണമെന്നില്ല. നിങ്ങളുടെ സ്കില്ല് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ജോലിയും വീട്ടിലിരുന്ന് റിമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺലൈൻ ജോബ്സായി. സോ അത് ക്ലിയറായിട്ട് മൈൻഡിൽ വയ്ക്കാം. സോ അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് എങ്ങനെ ഈ നമ്മുടെ സ്കില്ലിന് പറ്റിയ ജോബ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. സോ കോമൺലി ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോർട്ടൽ എന്ന് പറഞ്ഞാൽ അപ്വർക്കാണ്. ഞാൻ ഇതുവരെ ഓൺലൈനിൽ എന്തെങ്കിലും ഒരു രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അപ്വർക്ക് വഴി മാത്രമേ ഉള്ളൂ. സോ അപ്പുറത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. കാരണം ഇവൻ ഇത്രയും തള്ളി മറിച്ചത് ഈ അപ്വർക്ക് എന്ന് പറയാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ മണ്ടേ അറിയാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോ ഒക്കെ അപ്വർക്കിനെ പറ്റിയുണ്ട്. ഈ അപ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഉടായ്പ് പരിപാടിയാണ്. കുറേ പേര് വരും, എന്തൊക്കെ ഇടും, നമുക്കൊന്നും ജോലി കിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഞാനും പണ്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്വർക്കിനെ പറ്റി. അപ്വർക്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, മറ്റേ AI വെച്ച് ലോഗോ ക്രിയേറ്റ് ചെയ്യണ വെബ്സൈറ്റിൽ കയറി AI ലോഗോ ചെയ്ത് ആ ലോഗോ എടുത്തുകൊണ്ട് വന്ന് കൂടെ അതിന് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഇഷ്ടം പോലെ അല്ലെങ്കിൽ പോസ്റ്റർ ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് ഈ ഏതൊരു AI ആപ്ലിക്കേഷനിൽ കയറി പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് ആ പോസ്റ്റർ കൊണ്ടുവന്ന് ഇവിടത്തുള്ള കസ്റ്റമറിന് അല്ലെങ്കിൽ ജോബ്
എംപ്ലോയർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇതിൻ്റെ പിറകിൽ ഒന്നും ആലോചിക്കാതെ പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്ത് ചാടിക്കയറി നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും ഇല്ലാത്ത സ്കില്ലുണ്ടെന്ന് വെച്ച് ഒരു പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്ത് അപ്വർക്കിൽ പോയി അപ്ലൈ ചെയ്ത് ആരും തിരിഞ്ഞൊക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു സെർട്ട് ഓഫ് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓൺലൈൻ ജോബ്സ് അപ്വർക്കിലായാലും ഏതൊരു പ്ലാറ്റ്ഫോമിലും പിടിച്ചെടുക്കാൻ പറ്റും. അല്ലാതെ ചുമ്മാ പോയി ഫൈവറിൽ ഗിഗ് എനിക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ അറിയാം, എനിക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ അറിയാം, എനിക്ക് ഡബ് ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞിട്ടൊന്നും പോയി ഗിഗ് ഉണ്ടാക്കിയിട്ടോ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടോ കാര്യമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന സർവീസ് ഏതാണ്, ആ സർവീസിൽ ഒരു 80% നോളജ് നിങ്ങൾക്ക് വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ മേഖലയിൽ പിടിച്ചു നീക്കാൻ പറ്റൂ. അല്ലാതെ എന്തെങ്കിലും ഒരു AI വെച്ച് ഇവിടെ നിന്ന് ഈ AI വെച്ച് അത് ചെയ്യാം, എന്നിട്ട് ഈ സാധനം എടുത്ത് നമ്മുടെ എംപ്ലോയർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് അത് ചെയ്യാനാണെങ്കിൽ പിന്നെ നിങ്ങൾ ഹയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആൾറെഡി AI ഉള്ളത്, നിങ്ങൾ ഈ AI എടുക്കുന്ന വിടുന്നില്ല. അപ്പോൾ അവർക്ക് ആ AI കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടിന് വേണ്ടിയല്ലേ നമ്മളെടുത്ത് വരുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ട് പറക്കേണ്ട വരും, നമുക്ക് വേണ്ടി അവർ പേ ചെയ്തിരുന്ന കാര്യം. ഇത് മനസ്സിലാക്കുക. ഞാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം അപ്വർക്കാണെന്ന് പറഞ്ഞു. ഈ അപ്വർക്കിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര എളുപ്പമാണ് യൂസ് ചെയ്യാൻ. ഒന്നാമത്തെ കാര്യം എളുപ്പമാണ്, വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്ന അപ്വർക്കിൽ ജോബ് ലിസ്റ്റ് അതായത് ജോബ് കണ്ടെത്താനും ഫൈൻഡ് ചെയ്യാനും അതിനകത്ത് അപ്ലൈ ചെയ്യാനും അതിന് കവർ ലെറ്റർ അയക്കാനും എംപ്ലോയേഴ്സുമായിട്ട് എങ്ങനെ അല്ലെങ്കിൽ നമുക്ക് തരുന്ന ക്ലയൻസുമായിട്ട് എങ്ങനെ സംസാരിക്കാമെന്നും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കും. കാരണം ഇന്ന് ഒരുപാട് AI ഫീച്ചേഴ്സ് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതെല്ലാം നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്നത് ജോലി ചെയ്യാമെന്നല്ല, പക്ഷേ നമുക്ക് ഇതിനകത്ത് വേണ്ട ജോലി നമ്മൾ തന്നെ ചെയ്യണം. പക്ഷേ ഇതിനകത്ത് വേണ്ട പല കാര്യങ്ങളും നമുക്ക് AI വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യണം, നമുക്കറിയില്ല, നമുക്ക് അത് AI വെച്ച് ചെയ്യാം. ഒരു ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ സംസാരിക്കുന്ന ക്ലയൻറ്റാണ്, നമുക്ക് ആ ലാംഗ്വേജ് അറിയില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നമ്മുടെ ഭാഷയിൽ എടുത്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലാക്കാം. അല്ലെങ്കിൽ അവർ തരുന്ന റിപ്ലൈ ഈ വേണ്ട പോലത്തെ തിരിച്ച് റിപ്ലൈ നമുക്ക് AI വെച്ച് അയക്കാം. അങ്ങനെ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് AI ആപ്ലിക്കേഷൻസ് ഇവിടെ നിൽപ്പുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ നമുക്കിത് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം അപ്വർക്കാണെന്ന് പറഞ്ഞു. പലർക്കും പല ബുദ്ധിമുട്ടുമുള്ള പ്ലാറ്റ്ഫോമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എൻ്റെ പ്രൊഫൈൽ ആദ്യം കാണിച്ചു തരാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതാണ് എൻ്റെ പ്രൊഫൈൽ, അല്ലെങ്കിൽ ഞാൻ അപ്വർക്കിൽ ജോലിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ പ്രൊഫൈൽ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം, ഇതൊരു വെരിഫൈഡ് പ്രൊഫൈലാണ്. ഈ വെരിഫൈഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഞാൻ ജോലി ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എൻ്റെ അക്കൗണ്ട് വെരിഫൈഡ് ആണ്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോ പറഞ്ഞിരുന്നാൽ ഓക്കെ. പിന്നെ എത്ര രൂപയാണ് ഞാൻ ഇതുവരെ ഏൺ ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1K ആണ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ജോലി 3 ജോലിയാണ്. ടോട്ടൽ 3 ജോബാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ഏകദേശം $1K ഞാൻ ഏൺ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ $1K എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം $1,000 ഇൻ റുപ്പീസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രൂപയാണ് ഞാൻ ഇതുവരെ ഏൺ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈലിനകത്തുള്ളതെന്ന്. ആദ്യത്തത് നമ്മുടെ ടൈറ്റിലാണ് ഗ്രാഫിക് ഡിസൈനർ. ഞാൻ ഗ്രാഫിക് ഡിസൈനറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പ്രൊഫൈലിൻ്റെ ഡിസ്ക്രിപ്ഷൻ. എന്താണ് നമ്മൾ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് സർവീസാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണിത്. ഈ ഡിസ്ക്രിപ്ഷൻ ഞാൻ കംപ്ലീറ്റ്ലി ചെയ്തത് AI വെച്ചാണ്. അതൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കി. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ കണക്ഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ 0 ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോബിലേക്ക് നമ്മളൊരു ജോബ് പോസ്റ്റിംഗ് വന്നാൽ ജോബ് പോസ്റ്റിംഗ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കണക്ഷൻ ആവശ്യമുണ്ട്. ഈ കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടൊന്നും പേടിക്കണ്ട. ഇതിന് വലിയ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 50 കണക്ഷൻ വരെ ഫ്രീ ആയിട്ട് തരും.
ഈ 50 കണക്സ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു 50 കണക്സ് എന്ന് പറഞ്ഞാൽ വൈറ്റലാണ്. ഈ ഒരു 50 കണക്സ് ഉപയോഗിച്ച് നമ്മൾ മാക്സിമം ജോലി നമ്മൾ കണ്ടെത്തണം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ജോലിക്ക് അപേക്ഷിച്ച് ഒരു ജോലി നമുക്ക് ഈ ഒരു 50 കണക്സിനുള്ളിൽ കിട്ടിയത് നിങ്ങൾ ഭയങ്കര ലക്കിയാണ്. പക്ഷേ ഇത് കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ മാസവും 30 കണക്സ് വെച്ച് ഇത് തന്നെ റീഫണ്ട് ചെയ്യും. ഇവർ തന്നെ തിരിച്ച് റീഫണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി. പിന്നെ ഈ കണക്സ് വലിയ വിലയുള്ള സംഭവമൊന്നുമല്ല. ഈ കണക്സിനാകെ 10 കണക്സിന് 80 രൂപ എന്തോ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് മേടിക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മേടിക്കുക, ഇല്ലെങ്കിൽ ഫണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാം. അടുത്തത് ഈ കണക്സ് എങ്ങനെ ഉപയോഗിക്കണം, ഈ കണക്സിൻ്റെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ അവൈലബിലിറ്റി ബാഡ്ജ് എന്താണ്, ഇത് എങ്ങനെയാണ് ഓൺ ചെയ്തിടേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തു. സോ പിന്നെ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പെർ അവർ നിങ്ങളുടെ റേറ്റാണ്. അതായത് നിങ്ങളൊരു ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ആ ജോലി നിങ്ങൾ എത്ര രൂപയ്ക്ക് ചെയ്ത് കൊടുക്കും എന്നുള്ള നിങ്ങളുടെ പ്രൊഫൈൽ റേറ്റാണ് ഇത്. ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്വർക്കിനകത്ത് ജോബ് പോസ്റ്റിംഗ് മാത്രമല്ല, സർട്ടൺ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കുറച്ച് ചെയ്തു, ജോലിയൊക്കെ ചെയ്ത് നമ്മൾ കുറച്ചതാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇൻവിറ്റേഷൻ അയക്കും. ഇതുപോലെ യു റിസീവ്ഡ് ഇൻവിറ്റേഷൻ ഫോർ എ ജോബ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. കണ്ടു, ഡയറക്റ്റ് റെസ്പോൺസ് ഫോർ വീഡിയോ എഡിറ്റർ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന വേജ് അവറിൽ വെച്ച് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യണം. നിങ്ങൾ ഇതിൽ ലോയിലേക്ക് പോവുകയാണെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഉടായ്പാണെന്ന് അവർക്ക് തോന്നും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളും ഒരു ജോലിയും ചീപ്പായിട്ട് ചെയ്ത് കൊടുക്കില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അറിയാവുന്നൊരു സ്കില്ലാണെങ്കിൽ ആ സ്കില്ല് എല്ലാവരും ആ ഒരു സർട്ടൻ പ്രൈസ് ചെയ്യും. നമ്മുടെ ഇന്ത്യയിലാണ് അതില്ലാത്ത, പക്ഷെ പുറത്തോട്ടൊക്കെ ഇത് ഭയങ്കര കോമണാണ്. നിങ്ങൾക്ക് പറ്റുന്ന ജോലി, നിങ്ങൾ ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന ജോലിയൊക്കെ അത് ചീപ്പായിട്ട് ചെയ്ത് കൊടുത്ത് ക്ലയൻസിന് ഒപ്പിക്കാമെന്ന് വിചാരിക്കരുത്. അറ്റ്ലീസ്റ്റ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ഇതിലോട്ട് പോവുകയും ചെയ്യും. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു മിഡ് റേഞ്ചിൽ നിൽക്കാനാണ്. അപ്പോൾ ഞാൻ പ്രൊഫൈൽ സെറ്റ് ചെയ്തപ്പോഴും ഞാൻ $15 എന്നുള്ളത് ഞാൻ പ്രൊഫൈൽ സെറ്റ് ചെയ്തു. പിന്നെ ഇത് സെറ്റ് ചെയ്തിട്ട് ഇത് തന്നെ കിട്ടുമോ എന്നുള്ള കാര്യം എന്നൊക്കെ വേറെയാണ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്ന് പറഞ്ഞാൽ ഇത് തന്നെ കിട്ടാൻ സാധ്യതയില്ല. ചില എംപ്ലോയീസിന് ചിലപ്പോൾ ഇതിൽ കുറവായിരിക്കും ഓഫർ ചെയ്യുന്നത്, ചില എംപ്ലോയീസ് ഇതിൽ കൂടുതലൊക്കെ ഓഫർ ചെയ്യും. അത് ഡിപ്പെൻസ് ഓൺ ദ വർക്കാണ്. പക്ഷേ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ പ്രൊഫൈൽ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മിഡ് റേഞ്ചിൽ നിങ്ങളുടെ റേറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു 10 to 15, 20 അതിനിടയിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് $ആണ് മണിക്കൂറിന്, അവർലി റേറ്റാണ്. അപ്പോൾ ഒരു അവറിൽ $15 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1500 1300 അടുപ്പിച്ച് വരും അവറിൽ. നിങ്ങൾക്കത് അപ്പോൾ അഫോർഡബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മതിയെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇത് എന്താണ്, ഇത് കുറവ് കൊടുക്കുകയാണെങ്കിൽ ഈ അപ്പുറത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാവർക്കും ഫ്രീ എൻട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഒരു കഴിവില്ലെങ്കിലും ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് കിടന്ന് മെഴുകുന്നുണ്ട്. അത് ഒന്നാമത്തൊരു പ്രശ്നമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു, മറ്റേ ഓൺലൈനായിട്ട് ജോലി സമ്പാദിക്കാൻ ഒരു കഴിവും ഇത് വേണ്ട, നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് അറിയണ്ട, നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് അറിയണ്ട, ജസ്റ്റ് AI ഉപയോഗിച്ച് ഇതെല്ലാം ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ള അങ്ങനെയുള്ള പരിപാടിയായിട്ടൊന്നും ഇവിടെ കുറേ എണ്ണം കിടന്ന് മെഴുകുന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഇത് ലോ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വിചാരിക്കും നിങ്ങൾ ആ കൂട്ടത്തിലുള്ള ആരുമാണ്. നമ്മൾ ഓഫർ ചെയ്യുന്ന സാധനത്തിൽ നമുക്കൊരു പ്രൈസ് ഉണ്ടായിരിക്കണം എപ്പോഴും മൈൻഡിൽ. നമ്മളിതിനെ ചെയ്യുള്ളൂ. ചിലപ്പോൾ 1, 2, 3 റിജക്ഷൻ വരും, ചിലപ്പോൾ 10, 15 റിജക്ഷൻ വരും, പക്ഷേ കിട്ടുന്ന ഒരെണ്ണം അത് ഉറപ്പായിരിക്കും. അപ്പോൾ അത് മൈൻഡ് ചെയ്ത് മാത്രം നിങ്ങളോട് പ്രൈസ് സെറ്റ് ചെയ്യുക. ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കാര്യങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാം. താല്പര്യമുള്ളത് ഇതൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണെന്ന് ഞാൻ പറയും. കാരണം നിങ്ങൾ പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്ക് അവർക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഇതിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ വേണ്ട ID വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഈ വെരിഫിക്കേഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം, അതെങ്ങനെയാണ് വെരിഫൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ പറഞ്ഞത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ആദ്യത്തെ ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, എന്നാൽ ആൾക്കാരെല്ലാം ഏറ്റവും കൂടുതൽ പണി മേടിക്കുന്നത് ആൾക്കാരൊന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഇതാണ്. അപ്പം ഇത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഫൈൻഡ് വർക്ക് എന്നുള്ള ടാബാണ്. എന്തുമാത്രം ജോലി ഇവിടെ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഇപ്പം ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്ക് ടൈറ്റിൽ മാറ്റിയിട്ട് അക്കൗണ്ടൻ്റ് എന്നോ വെബ് ഡെവലപ്പർ എന്നോ
എന്തുകൊണ്ട് കൊടുക്കും? ഈ അപ്പോർക്ക് നമ്മളെടുത്ത് ചോദിക്കില്ല ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോടാ എന്നൊന്നും ചോദിക്കില്ല, അതൊന്നാമത്തെ കാര്യം. പക്ഷേ കൊടുത്തിട്ട് കാര്യമില്ല, ചെയ്താൽ അറിയണം, അതാണ് വേറൊരു കാര്യം. അപ്പം നിങ്ങളൊരു നല്ല സ്കിൽഡായിട്ടുള്ള ഒരു വെബ് ഡെവലപ്പറാണ്, നിങ്ങൾക്ക് വെബ് എല്ലാം അറിയാം, ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് ഒക്കെ ചെയ്യാൻ അറിയാം. പക്ഷെ നിങ്ങൾക്ക് എന്താണ് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. നിങ്ങൾക്ക് കുറച്ച് ക്ലയൻസിന് അല്ലെങ്കിൽ റിമോട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ക്ലയൻസിനുണ്ട്. ഇവിടെ വരിക അവർക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, ഒരു വെബ് ഡെവലപ്പർ ആണെന്നുള്ള ടൈറ്റിൽ കൊടുക്കുക, പ്രൊഫൈലിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വർക്കിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ജോബ്സ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അപ്പുറക്ക് തന്നെ പോസ്റ്റ് ചെയ്യും. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, സ്റ്റാൻഡപ്പ് പൗച്ച് ലേബിൾ ഡിസൈനർ. ഇത് എൻ്റെ പ്രൊഫൈലിൽ എനിക്ക് വരുന്ന ജോബ് പോസ്റ്റിംഗ് ആണ്. ഒരു 2 ഇയർ മുമ്പ് വന്നതാണ്. $180 ഇതിൻ്റെ ബഡ്ജറ്റ്, അതായത് അവരുടെ ബഡ്ജറ്റ്. നമുക്ക് ഈ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ട് ഈ പ്രൊഫൈലിൽ നമുക്ക് ഇത് ചെയ്യാം, പിച്ച് ചെയ്യാം. ഇത് നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു, അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇത് അടുത്ത കവർ ലെറ്റർ പേജിലേക്ക് പോകും. ഇതിപ്പോൾ കണക്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണിക്കുന്നത്. കണക്ട്സ് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ട കണക്ട്സ് എന്ന് പറഞ്ഞാൽ 10 കണക്റ്റാണ്. അതായത് നമ്മളിപ്പോൾ 50 കണക്ട് ഉണ്ടെങ്കിൽ 10 കണക്ട് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകും. പിന്നെ നമ്മൾ ബാലൻസ് 40 കണക്റ്റേ ഉണ്ടാവുള്ളൂ. ഇതാണ് പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻ. എന്തൊക്കെയാണ് നമ്മളോട് എന്തൊക്കെയാണ് അവർക്ക് ആവശ്യം, അവരുടെ റിക്വയർമെൻ്റ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം അനലൈസ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ നൗ കൊടുക്കുക. നമ്മൾ അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരും. ഈ ഒരു പേജിനകത്താണ് നമ്മളുടെ അതായത് നമ്മൾ എങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ചെയ്യുക, മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യണമാണോ, അതായത് ഓരോ വീക്കിൽ ഇത്ര വെച്ച് കംപ്ലീറ്റ് ചെയ്യണമാണോ, അതോ ബൈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമാണോ എന്നുള്ള കാര്യം സെലക്ട് ചെയ്ത്, ഇപ്പോൾ ബൈ പ്രോജക്റ്റ് ആണെങ്കിൽ കൊടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് കൂടെ. ഇപ്പോൾ 150 അവരുടെ ബഡ്ജറ്റ്. ഇപ്പോൾ നമ്മളിത് $100 ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ $100 ടൈപ്പ് ചെയ്യുക. $100 10% കട്ട് ചെയ്ത് $190 നമുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഇവിടെ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ വേണ്ടതാണ് കവർ ലെറ്ററും പിന്നെ റീസെൻ്റ് പ്രോജക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ. ഇത് രണ്ടും നമുക്ക് ചില പറ്റിയുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതാണ്. കവർ ലെറ്റർ എങ്ങനെ ടൈപ്പ് ചെയ്ത് ഒരാളെ ഒരു ജോബിന് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തതാണ് ഏകദേശം 90% അപ്രോച്ചിൽ വരുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനൊരു സിമ്പിളസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. സോ ആ സിമ്പിളസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് AI വെച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള പ്രോംപ്റ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെയുള്ള ഇത്രയേ ഉള്ളൂ. ഇതാണ് സിമ്പിളായിട്ട് നമ്മുടെ അപ്വർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റിമോട്ടിൽ ജോബ് കണ്ടെത്താൻ താല്പര്യമുണ്ട് എന്നുള്ളവർക്ക് നിങ്ങൾക്കൊരു സർട്ടൻ സ്കില്ലുണ്ടെങ്കിൽ 100% വിശ്വസ്തയോടെ വന്ന് നോക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറേ ഉടായ്പ്, എന്താ ഒരു കഴിവില്ലാതെ ഇതിനകത്ത് വന്നിട്ട് മറ്റേ ഞാൻ എന്താ വെബ് ഡെവലപ്പറാണെന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത് പോലെ കുറേ ഉടായ്പ് എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസും ഉണ്ട്. ഇതുപോലത്തെ ഇതിപ്പോൾ പേയ്മെൻറ്റ് അൺവെരിഫൈഡ് ആണ് എന്ന് വെച്ചത് ഉടായ്പാണെന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഉടായ്പ് ഇതിനകത്ത് കാണിക്കുന്നത്. ആ പേയ്മെൻറ്റ് അൺവെരിഫൈഡ് മുകളിൽ നോക്കിയാൽ പേയ്മെൻറ്റ് വെരിഫൈഡ് ആണ്, ഓൾറെഡി 500 സ്പെൻഡ്. ഇതൊരു നല്ല ക്ലയൻറ്റാണ്. ഈ ക്ലയൻറ്റിന് ജോലി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം പുള്ളിയുടെ റേറ്റിംഗ് നോക്കി തന്നെ കാണാം, ഏകദേശം 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. സോ പുള്ളിക്ക് ജോലി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് അൺവെരിഫൈഡ് ആണ്. ഈ പേയ്മെൻറ്റ് അൺവെരിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ഈ അപ്പുറത്തിനകത്തോട്ട് ഫണ്ട് നമ്മൾ ജോലി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തല്ല നമുക്ക് ഫണ്ട് തരണം. അപ്പുറത്തിന് ഈ ജോബ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് നമുക്ക് ഫണ്ട് തരുന്നത്. ആ ആളുടെ പേയ്മെൻറ്റ്, അതായത് പേയ്മെൻറ്റ് മെത്തേഡ് ഓൾറെഡി ആൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അപ്പുറത്തിൻ്റെ ബാലറ്റിലോട്ട് അങ്ങേര് ഫണ്ട് വെച്ച് അത് പുള്ളി ഈ ജോലി സീക്കുന്ന ക്ലയൻറ്റ് ഇതിനകത്ത് അല്ലെങ്കിൽ ജോലി കൊടുക്കുന്ന ക്ലയൻറ്റ് ഇതിനകത്തോട്ട് ഫണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജോലി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അഷ്യൂറായിട്ട് ഫണ്ട് കിട്ടുമെന്നുള്ളതാണ് അതിനർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ഉടായ്പ്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഉടായ്പാണ് എന്നുള്ള ഞാൻ പറഞ്ഞ് ഇതുപോലുള്ള ഉടായ്പ് ജോബ് പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ അപ്പുറത്തിനകത്തും ഒരു കാറ്റഗറി ഉള്ളത് ഡാറ്റ എൻട്രി ആണ്. ഈ ഡാറ്റ എൻട്രി അതിനകത്ത് വരുന്ന ജോബ് പോസ്റ്റിങ് ഏകദേശം
എല്ലാം സ്കാമാണ്. സോ ആ ഡാറ്റ എൻട്രി ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് കയറി ഡാറ്റ എൻട്രി ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. ഇനിയും ഞാൻ പറയാം, ഡാറ്റ എൻട്രിയിൽ വരുന്ന ഏകദേശം 99% സ്കാം തന്നെയാണ്. ഒന്നും തന്നെ നിങ്ങൾക്ക് യാതൊരു ഒരു ഉപയോഗം ഉണ്ടാക്കില്ല. ജസ്റ്റ് നിങ്ങളുടെ സമയം ഇത് കഴിഞ്ഞ് വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറയുന്നു. ഇന്ന് ഡാറ്റ എൻട്രിയുടെ ആവശ്യത്തിന് ആളെ വേണ്ടടേ, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇന്ന് അതിനൊന്നും ആളെ വേണ്ട. ഇന്ന് അതൊക്കെ വെറും സിമ്പിൾ ജോലി എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ ഇനി ഇമേജിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണോ, നിങ്ങൾക്ക് വോയിസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണോ, ഇതെന്നുള്ളതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ജോലിയാണ്. ചിലപ്പോൾ മെഡിക്കൽ കോഡിങ് ഡാറ്റ എൻട്രി ഉണ്ടല്ലോ, മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വരുന്ന കോൺവെർസേഷൻസ് കോഡ് ചെയ്ത് ഡോക്യുമെൻ്റ് ആയിട്ടാക്കുന്ന പരിപാടി, അതൊക്കെ ഈ മെഡിക്കൽ ട്രാൻസ്ക്രൈബിങ് പോലത്തെ ജോലിക്കൊക്കെ ആൾക്കാരെ വേണമെങ്കിൽ കിട്ടിയാൽ കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനത്തെ ജോബ്സ് കിട്ടിയാൽ കിട്ടി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ സിമ്പിളായിട്ടുള്ള ഡാറ്റ എൻട്രി ജോബ്സിൻ്റെയൊക്കെ പിറകെ പോയി പണി മേടിച്ച് കെട്ടാതിരിക്കാമെന്ന് നിങ്ങളുടെ തരാനുള്ള ചെറിയ ഉപദേശം. വേണമെന്നുള്ളവർക്ക് അത് സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കുക, ഇല്ലാത്തവർ വീണ്ടും പോയി അത് നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് ചെയ്യുക. എനിക്കത്രേ പറയാനുള്ളൂ. പിന്നെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ 2 പാർട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഈ പാർട്ടിൽ ഞാൻ അധികം ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഈ കാര്യങ്ങളുടെ ഒരു ബ്രീഫ് മാത്രമേ ഉള്ളൂ. അത് മനഃപൂർവ്വമാണ്, വേറൊന്നും ഉണ്ടല്ലോ. ഇത് ന്യൂ ബോൺ ചാനലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന കോണ്ടന്റ് എത്ര പേരിലേക്ക് എത്തിക്കും എന്ന് എനിക്കറിയില്ല. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്തൊരു വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ വെറുതെ ആൾക്കാർ കാണാനില്ലെങ്കിൽ വേറൊരു വീഡിയോ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം റീച്ച് ഔട്ട് ആയിക്കഴിഞ്ഞാൽ 1K ലൈക്സും 1K ലൈക്കെങ്കിലും എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും, അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ട് വേണമെന്ന് താല്പര്യമുള്ളവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾ ഇതുപോലെ ജോലി നോക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ടിനോ ഫാമിലിക്കോ ലവേഴ്സിനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ചെക്ക് ചെയ്യാൻ പറയുക. എന്തെങ്കിലും അപ്പോർക്ക് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സ്റ്റക്ക് പോയിന്റിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡൗട്ട് അല്ലെങ്കിൽ മുമ്പ് അപ്പോർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾക്കാരാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ ചോദിക്കാം. ഞാൻ ഉറപ്പായിട്ടും മറുപടി നൽകുന്നതാണ്. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താല്പര്യമുള്ളവരൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. See you guys in the next video.